കുട്ടിക്കാലത്ത് നമ്മുടെ പാരൻസ് നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് അമ്മമാര്. അച്ഛനേക്കാൾ കൂടുതൽ അമ്മമാരായിരിക്കും നമ്മുടെ അടുത്ത് കൂടുതൽ ഇന്ററാക്ഷൻസ് ഉള്ള വ്യക്തിയായിട്ടുണ്ടാകുന്നത്. അപ്പോൾ അമ്മമാര് പണ്ട് ഇട്ട് തന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫിൽ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾ റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ, അതേപോലെ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥ, നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥ, എവിടെയെങ്കിലും ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ വരാനുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാരണം ഇതുപോലെ കുട്ടിക്കാലത്ത് ഇട്ട് തന്നിട്ടുള്ള കുറേ ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ്. അതിൽ ഒന്നാമത്തെ കാര്യം പൈസയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഒത്തിരി പൈസ ഉള്ളവരൊക്കെ മോശം ആൾക്കാരാണ്, പൈസക്ക് മാത്രം വേണ്ടി ജീവിക്കാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മുടെ മനസ്സിലുള്ളിടത്തോളം കാലം എന്ത് ചെയ്യും, നമുക്ക് ഈ പൈസയോടൊക്കെ ചിലവരൊക്കെ കമന്റിലൊക്കെ പറയുന്ന കാണാം, എനിക്ക് പൈസയല്ല അതിനേക്കാൾ വലുതാണ് റിലേഷൻഷിപ്പ്, അതിനേക്കാൾ വലുതാണ് മറ്റുള്ളവർക്ക് കൊടുത്ത വാക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും അല്ലെ. അതൊക്കെ ഇത്തരം ലിമിറ്റിംഗ് ബിലീഫ്സിൽ ഉള്ള ആളുകളാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പൈസക്ക് പൈസ തന്നെ വേണം, പൈസയോട് നമുക്ക് അറ്റാച്ച്മെന്റ് അട്രാക്ഷൻ ഒക്കെ തോന്നണം, അതാണ് ശരിയായ ഒരു തോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിനപ്പുറത്തേക്ക് ഇതൊക്കെ നിരാകരിക്കുന്ന ഒരു മനോഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് കാരണം വരുന്നതാണ്. പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മളൊക്കെ സഹിച്ചു നിൽക്കണം, അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, ഒരുപാട് സങ്കടങ്ങളും കൂടി ഉള്ളതാണ് ലൈഫ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സഹനശക്തിയെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ നമ്മുടെ പാരൻസ് പ്രത്യേകിച്ച് അമ്മമാര് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇതും നിരന്തരം ഒരു കുട്ടി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പം നമുക്ക് എന്ത് ചെയ്യും, പല സ്ഥലങ്ങളിലും നമ്മളെ വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ അടുത്ത് തിരിച്ച് ഒന്നും പറയാൻ തോന്നുകയോ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് വിട്ടിട്ട് പോകാൻ തോന്നുകയോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്തരം ലിമിറ്റിംഗ് ബിലീഫ്സ് കാരണം നമുക്ക് പിന്നെയും പിന്നെയും ഇതുപോലുള്ള റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു റീസൺ ആയിട്ട് ഇതിങ്ങനെ നമ്മളെ പിടിച്ച് പിറകിലോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലിമിറ്റിംഗ് ബിലീഫാണ്. ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുട്ടിക്കാലത്തുള്ള ഇത്തരം നിരന്തരമായിട്ടുള്ള സംസാരങ്ങളിലൂടെ നമ്മുടെ ബോധ മനസ്സിൽ കയറിപ്പോയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഫ്ലറിഷ് ചെയ്യാൻ തടസ്സമായിട്ടുള്ള കാരണങ്ങളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികളിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പകർന്നു കൊടുക്കാതെ ഇരിക്കുക. അതായത് നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള പാരന്റിങ് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ കുട്ടികളോട് പറയണം, എന്തൊക്കെ പറയാതിരിക്കണം, എവിടെയൊക്കെ ട്രാൻസ്പെറന്റ് ആവണം, ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഇതൊന്നും പറയുന്നതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. നിരന്തരമായിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ അതിങ്ങനെ ആഴത്തിൽ പതിയാൻ തുടങ്ങും. പിന്നീട് അത് റീപ്ലേസ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കുട്ടികളുടെ അടുത്ത് നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ ദാരിദ്ര്യം പഠിപ്പിച്ച് വളർത്തണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞിരിക്കണം. പക്ഷെ നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളുടെ അടുത്ത് പറഞ്ഞ് അവരുടെ മനസ്സിലേക്ക് ഇതിങ്ങനെ പതിച്ചു കൊടുക്കാതിരിക്കുക. അതിന് പകരമായിട്ട് നമ്മുടെ ബുദ്ധിമുട്ടുകളെ കുട്ടികളെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അറിയിക്കാൻ പറ്റും. ഇപ്പൊ അമ്മയുടെ അടുത്ത് പൈസ ഇല്ല, അത് വാങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നതിന് പകരം നമുക്ക് പറയാൻ പറ്റും, അടുത്ത തവണ വരുമ്പോൾ നമുക്കത് വാങ്ങിക്കാം, അന്നേരം അമ്മയുടെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ടാവും. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതുപോലെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ വീടിന്റെ അപ്പുറത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവള് നിരന്തരമായിട്ട് കുട്ടിയുടെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അവളുടെ അടുത്ത് എപ്പോഴും പറയുന്ന കാര്യമാണ്, നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ മനസ്സിൽ ഇത് ആഴത്തിൽ പതിയും, അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയരുതെന്ന്. പക്ഷെ അവൾ അതങ്ങനെ ശീലിച്ച് വന്നതുകൊണ്ട് പിന്നെ അവളുടെ ഫാമിലിയിൽ നിന്ന് കേട്ടതുകൊണ്ടൊക്കെ അവൾ ഇതന്നെ കുട്ടികളിലേക്കും കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അവൾ പറയുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ട് ഇവർ അറിയില്ല, അവർ തോന്നിയതുപോലെ ജീവിക്കും. അങ്ങനെയല്ല, നമ്മൾ എത്ര പണം ഉണ്ടാക്കണം, അതേപോലെ സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ കൺട്രോൾ വേണം എന്നൊക്കെ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്കില്ല എന്നിങ്ങനെ നിരന്തരമായിട്ട് കുട്ടികളോട് പറയാനേ പാടില്ല. പിന്നെ ഈ ബുള്ളിങ് പോലെയുള്ള സംഭവങ്ങളിലൊക്കെ എന്ത് കാര്യമാണോ ഇവർ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് അതിലേക്ക് തന്നെയായിരിക്കും ഈ കുട്ടി നിരന്തരമായിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരു നിറത്തിനെ കുറിച്ചിട്ടാണെങ്കിൽ എനിക്ക് നിറമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് തോട്ടിലേക്കാണ് അവർ നിരന്തരം ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അഡൽട്ട്ഹുഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒത്തിരി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഒരു കുട്ടിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ, പാരന്റിങ് മാത്രമല്ല, നമ്മൾ വെറുതെ കാഷ്വൽ ആയിട്ട് ഒരു കുട്ടിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എന്തൊക്കെ സംസാരിക്കണം, എന്തൊക്കെ പറയാൻ പാടില്ല എന്നുള്ള ലിമിറ്റ്സ് നമുക്കും വേണം. കാരണം അവരുടെ ഉള്ളിൽ ഭയം ഉണ്ടാക്കുന്ന, അവരുടെ ഉള്ളിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, അതൊക്കെ നമ്മൾ പറയാതിരിക്കുക. അതിന് പകരം നമുക്ക് ഒരു കാര്യം തന്നെ പല രീതിയിൽ നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവരോട് പറഞ്ഞു കൊടുക്കുക. നിങ്ങളൊരു നല്ല പാരന്റ് ആയാൽ മാത്രമാണ് നമ്മുടെ കുട്ടികൾ നാളെ സന്തോഷത്തോടെ ജീവിക്കാൻ പഠിക്കുകയുള്ളൂ. നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒത്തിരി സ്വത്ത് സമ്പാദിച്ചു വെക്കുക, അവർക്ക് വേണ്ടി ലക്ഷറി ഒക്കെ കൊടുക്കുന്ന ശീലം ഉണ്ടാക്കുക. അതിനേക്കാൾ ഉപരി അവർക്ക് വളരാനുള്ള കോൺഫിഡൻസ്, അവര് ചെറുതുണ്ടാകുമ്പോഴേ സെൽഫായിട്ട് ഏൺ ചെയ്യാനും മണി സ്പെൻഡ് ചെയ്യാനും സേവ് ചെയ്യാനൊക്കെ അവരും പഠിച്ചു തുടങ്ങണം. അങ്ങനെയാണ് അവർ ഗ്രോ ചെയ്യേണ്ടത്. അല്ലാതെ അവർക്കൊന്നും അറിയാണ്ട് അവരെ വളർത്തി ഇതുപോലെ കുറെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ നിറച്ചു കൊടുത്ത്
അവർക്ക് വേണ്ടി ഒത്തിരി സമ്പാദിച്ച് നമ്മുടെ ലൈഫ് അവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച് ജീവിച്ച് മരിക്കുന്നതിനേക്കാൾ നല്ലത് കുട്ടികൾ വളരുമ്പോൾ തന്നെ അവർക്ക് വേണ്ടുന്ന എല്ലാ കോൺഫിഡൻസും എല്ലാ പോസിറ്റീവ് വശങ്ങളും ലൈഫിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിറച്ചു കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ അവർ അവരുടെ അഡൾട്ട്ഹുഡിൽ എത്തുമ്പോഴത്തേക്ക് അവർ കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ടും പോസിറ്റീവായിട്ടും കാര്യങ്ങളെ വളരെ നന്നായിട്ട് കാണാനും തുടങ്ങും. അങ്ങനെയൊക്കെ വളർന്നിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ അവർ വളരെ പോസിറ്റീവായിട്ടുള്ള തീരുമാനം എടുക്കാനും നെഗറ്റീവുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ ആ കുട്ടികൾക്ക് കൂടുതലായിരിക്കും.